രാത്രിയുടെ നിശബ്ദതയിൽ ഗൾഫിലെ ആ ചെറിയ മുറിയിൽ നാസർ ഒറ്റയ്ക്കിരുന്നു. പുറത്ത് മരുഭൂമിയുടെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചുറ്റും വെളിച്ചം നിറഞ്ഞ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ ചെറിയ മുറിക്കുള്ളിൽ നാസറിന് അനുഭവപ്പെട്ടത് വലിയൊരു ഒറ്റപ്പെടലായിരുന്നു. അയാളുടെ കയ്യിലെ ഫോൺ സ്ക്രീനിൽ വന്ന ഒരു വാർത്ത വീണ്ടും വീണ്ടും തെളിഞ്ഞു. താൻ വിശ്വസിച്ച തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മറച്ചുവെച്ച ഒരു കാര്യം. നാസറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സൈനബ, നീയും എന്നോടിത് മറച്ചുവെച്ചോ? ആ വാക്കുകൾ പറഞ്ഞപ്പോൾ നാസറിൻ്റെ ശബ്ദം ഇടറി. ദേഷ്യമല്ലായിരുന്നു അയാളുടെ മനസ്സിൽ, വേദനയായിരുന്നു. കാരണം സൈനബ എന്നത് നാസറിന് വെറും ഭാര്യ മാത്രമായിരുന്നില്ല. 20 വർഷം പ്രവാസത്തിൻ്റെ ചൂടിലും ഏകാന്തതയിലും അയാൾ വിശ്വസിച്ച ഒരേയൊരു തണലായിരുന്നു. മക്കളുടെ ഓരോ ചിരിക്കു പിന്നിലും അവരുടെ ഓരോ വിജയത്തിനു പിന്നിലും നാസറിൻ്റെ വിയർപ്പുണ്ടായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു നാസർ. പക്ഷേ ഇന്ന് താൻ പണിത വീട്, താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജീവിതം തൻ്റെ അറിവില്ലാതെ ഒരു വലിയ തീരുമാനത്തിലേക്ക് പോയോ എന്ന ചിന്ത അയാളുടെ മനസ്സിനെ തകർത്തു. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ നൽകി. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പോലും ഞാൻ അറിയാതെ പോയോ? നാസർ ആ രാത്രി പഴയൊരു ഫോട്ടോ കയ്യിലെടുത്തു. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് സൈനബയും ചെറിയ കുട്ടികളായിരുന്ന തൻ്റെ മക്കളും. ആ ചിത്രം കണ്ടപ്പോൾ നാസറിൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. അന്ന് തുടങ്ങിയതാണ് ഒരു പ്രവാസി ഉപ്പയുടെ ത്യാഗത്തിൻ്റെ കഥ. ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ കഥ. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നാസറിൻ്റെ കണ്ണുകളിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കയ്യിൽ വലിയ സമ്പത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രം. എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. എൻ്റെ ഭാര്യ സൈനബയ്ക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരരുത്. ആ സ്വപ്നവുമായിട്ടാണ് നാസർ ഗൾഫിലേക്ക് യാത്ര തിരിച്ചത്. വിമാനത്താവളത്തിൽ യാത്രയാക്കാൻ വന്നത് സൈനബയും ചെറിയ മക്കളുമായിരുന്നു. മക്കൾക്ക് അന്ന് മനസ്സിലായിരുന്നില്ല തങ്ങളുടെ ഉപ്പ എത്ര വലിയൊരു ത്യാഗത്തിനാണ് പോകുന്നതെന്ന്. ചെറിയ മകൻ നാസറിൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, ഉപ്പ എപ്പോഴാ തിരിച്ചു വരുന്നത്? ആ ചോദ്യം കേട്ടപ്പോൾ നാസറിൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. എന്നാലും മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി അയാൾ പറഞ്ഞു, വേഗം വരും മോനെ, നിങ്ങളെല്ലാം വലിയ ആളുകളാകുന്നത് കാണണം ഉപ്പയ്ക്ക്. പക്ഷേ ആ വേഗം എന്ന വാക്കിന് പിന്നിൽ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഗൾഫിലെ ആദ്യ ദിവസങ്ങൾ നാസറിന് എളുപ്പമായിരുന്നില്ല. പുതിയ നാട്, പുതിയ ആളുകൾ, കഠിനമായ ജോലി. പല രാത്രികളിലും ക്ഷീണിച്ച് കിടക്കുമ്പോൾ നാസർ ഓർത്തിരുന്നത് തൻ്റെ കുടുംബത്തെ മാത്രമായിരുന്നു. വീട്ടിലേക്ക് വിളിക്കുന്ന ഓരോ സമയവും അയാൾ ആദ്യം ചോദിക്കും, സൈനബ, മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? സ്വന്തം ആവശ്യങ്ങൾ പലതും മാറ്റിവെച്ച് നാസർ പണം നാട്ടിലേക്ക് അയച്ചു. മക്കളുടെ പഠനം, വീടിൻ്റെ പണി, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാമായിരുന്നു അയാളുടെ ലോകം. കാലം കടന്നുപോയി. ഓരോ ലീവിലും നാട്ടിലെത്തുമ്പോൾ നാസറിന് തോന്നും, ഇതിലും വലിയ സന്തോഷം ഈ ലോകത്തില്ല. വീട്ടുമുറ്റത്ത് മക്കളോടൊപ്പം ഇരിക്കുക, സൈനബയോട് പഴയ കാര്യങ്ങൾ സംസാരിക്കുക, ആ ചെറിയ നിമിഷങ്ങളായിരുന്നു നാസറിൻ്റെ വലിയ സമ്പത്ത്. പക്ഷേ ലീവ് തീരുമ്പോൾ വീണ്ടും യാത്ര പറയേണ്ടി വരും. വാതിൽക്കൽ നിന്ന് യാത്രയാക്കുന്ന സൈനബയുടെ കണ്ണുകളും ഉപ്പ വേഗം വരണേ എന്ന് പറയുന്ന മക്കളുടെ വാക്കുകളും എല്ലാം നാസറിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നാസറിൻ്റെ കഷ്ടപ്പാടിൽ ഒരു മനോഹരമായ വീടുയർന്നു. ആ വീടിൻ്റെ ഓരോ കല്ലിലും നാസറിൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ വീട് ഒരിക്കൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ കാരണമാകുമെന്ന് നാസർ അന്നറിഞ്ഞിരുന്നില്ല. വർഷങ്ങളോളം ഗൾഫിൽ കഷ്ടപ്പെട്ട ശേഷം നാസറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമായി. ഒരു സ്വന്തം വീട്. അത് വെറുമൊരു വീടായിരുന്നില്ല, നാസർ മരുഭൂമിയിലെ ചൂടിൽ നിന്നുകൊണ്ട് കണ്ട സ്വപ്നമായിരുന്നു അത്. ഒരു ദിവസം ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ കുടുംബം സന്തോഷത്തോടെ താമസിക്കുന്ന ഒരു വീട് കാണണം. ആ ആഗ്രഹം മാത്രമായിരുന്നു നാസറിന് ശക്തി നൽകിയത്. വീടിൻ്റെ പണി തുടങ്ങുന്ന ദിവസം മുതൽ നാസർ ഓരോ കാര്യവും ശ്രദ്ധിച്ചിരുന്നു. ഫോണിലൂടെ സൈനബയോട് ചോദിക്കും, ചുമരിൻ്റെ നിറം എങ്ങനെയായിരിക്കണം സൈനബ, മക്കളുടെ മുറി എങ്ങനെ ഒരുക്കണം? ചെറിയ കാര്യങ്ങൾ പോലും നാസറിന് വലിയ സന്തോഷമായിരുന്നു. കാരണം ആ വീട് തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, തൻ്റെ കുടുംബത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയായിരുന്നു. ഒരു ദിവസം സൈനബ നാസറിനോട് പറഞ്ഞു, നാസർക്ക, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. നാസർ ചിരിച്ചു. സൈനബ, എൻ്റെ കഷ്ടപ്പാട് കണ്ട് വിഷമിക്കണ്ട. നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഇതെല്ലാം മറക്കും. ആ വാക്കുകളിൽ ഒരു അച്ഛൻ്റെ സ്നേഹമുണ്ടായിരുന്നു, ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അവസാനം ആ വീട് പൂർത്തിയായി. നാസർ നാട്ടിലെത്തി. ആ വീടിൻ്റെ വാതിൽ ആദ്യമായി തുറന്ന ദിവസം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങളായി
അയാൾ മനസ്സിൽ കണ്ടിരുന്ന സ്വപ്നം തൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. സൈനബയും മക്കളും സന്തോഷത്തോടെ ചുറ്റി നടക്കുന്നത് കണ്ടപ്പോൾ നാസറിന് സന്തോഷം തോന്നി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഇതാണ്. കാലം വീണ്ടും മുന്നോട്ട് പോയി. മക്കൾ വളർന്നു. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു. നാസർ ഇപ്പോഴും ഗൾഫിൽ ജോലി തുടർന്നു. കാരണം അയാളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എൻ്റെ കുടുംബത്തിന് ഞാൻ ഇനിയും വേണം. പക്ഷേ സമയം കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരും, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം നാസർ തൻ്റെ ഏറ്റവും വിശ്വസിച്ച ഒരാൾക്കൊരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അതായിരുന്നു സൈനബക്ക് നൽകിയ പവർ ഓഫ് അറ്റോർണി. നാസർ ഗൾഫിലായിരുന്നെങ്കിലും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഒരിക്കലും അകലം തോന്നിയിരുന്നില്ല. കാരണം അവനൊരു വിശ്വാസമുണ്ടായിരുന്നു: ഞാനില്ലാത്തപ്പോൾ എല്ലാം എൻ്റെ സൈനബ നോക്കും. ആ വിശ്വാസം കൊണ്ടാണ് ഒരു ദിവസം നാസർ ഒരു പ്രധാന തീരുമാനമെടുത്തത്: തൻ്റെ അഭാവത്തിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സൈനബയ്ക്ക് പവർ ഓഫ് അറ്റോർണി നൽകാൻ. അന്ന് ആ രേഖയിൽ ഒപ്പിടുമ്പോൾ നാസറിൻ്റെ മനസ്സിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അയാൾ സൈനബയെ നോക്കി പറഞ്ഞു: സൈനബ, എൻ്റെ കയ്യിലുള്ളതെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. നീ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയുമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം നാസർ അവളെ ഒരു ഭാര്യയായി മാത്രമല്ല കണ്ടത്, തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയായി കണ്ടിരുന്നു. കാലം വീണ്ടും മുന്നോട്ട് പോയി. നാസർ ഗൾഫിൽ തൻ്റെ ജോലി തുടർന്നു. വീട്ടിലെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ സൈനബ നോക്കി നടത്തി. മക്കളുടെ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ എല്ലാം അവൾ ശ്രദ്ധിച്ചു. നാസറിന് അതായിരുന്നു ഏറ്റവും വലിയ സമാധാനം. പക്ഷേ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരു ദിവസം കുടുംബത്തിന് മുന്നിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു. വീടുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം, ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ. സൈനബയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. നാസറിനോട് എങ്ങനെ പറയണം? കാരണം അവൾക്കറിയാമായിരുന്നു ആ വീട് നാസറിന് വെറും ഒരു സ്വത്ത് അല്ലെന്ന്, അത് അയാളുടെ 20 വർഷത്തെ കഷ്ടപ്പാടാണെന്ന്. പക്ഷേ ചില സാഹചര്യങ്ങൾ മനുഷ്യനെ മിണ്ടാതാക്കും, ചില തീരുമാനങ്ങൾ പറയാൻ വൈകിപ്പിക്കും. അങ്ങനെ ആ വിവരം നാസറിലേക്ക് എത്തുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു വലിയ ഞെട്ടലായിരുന്നു. എൻ്റെ അറിവില്ലാതെ എൻ്റെ വീട് സംബന്ധിച്ച് ഇത്ര വലിയൊരു തീരുമാനം. ആ ചിന്തയാണ് നമ്മൾ കണ്ട ആ രാത്രിയിലേക്ക് നാസറിനെ എത്തിച്ചത്. ഗൾഫിലെ ആ ചെറിയ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കണ്ണു നിറഞ്ഞ ആ നിമിഷത്തിലേക്ക്. ഗൾഫിലെ ആ രാത്രിയിൽ നാസറിന് ഉറക്കം വന്നില്ല. മുന്നിലുണ്ടായിരുന്ന ചായ പോലും തണുത്തുപോയിരുന്നു. കയ്യിൽ പിടിച്ചിരുന്ന ഫോൺ വീണ്ടും വീണ്ടും നോക്കി. പക്ഷേ മനസ്സിൽ മുഴങ്ങിയത് ഒരേ ഒരു ചോദ്യം മാത്രം: സൈനബ, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നാസറിന് സൈനബയോട് ദേഷ്യമില്ലായിരുന്നു. കാരണം അവൾ ആരാണെന്ന് അയാൾക്കറിയാമായിരുന്നു. തൻ്റെ കഷ്ടപ്പാടിൻ്റെ ഓരോ ദിവസവും അറിയുന്നവൾ, മക്കളെ വളർത്താൻ ഒറ്റയ്ക്ക് നിന്നവൾ. പക്ഷേ ആ ഒരു കാര്യം മാത്രം അയാളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. എന്നെ വിശ്വസിച്ചില്ലേ? നാസർ പതുക്കെ എഴുന്നേറ്റ് അലമാര തുറന്നു. അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പഴയ ഒരു കവറെടുത്തു. അതിൽ ഉണ്ടായിരുന്നു ആദ്യമായി ഗൾഫിലേക്ക് പോയ ദിവസത്തെ ഒരു ഫോട്ടോ. ചെറിയ കുട്ടികളായിരുന്ന മക്കൾ, അടുത്തുനിന്ന് സൈനബ പുഞ്ചിരിയോടെ നിന്നെത്താൻ. ആ ചിത്രം കണ്ടപ്പോൾ നാസറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചത്? അയാൾ പതുക്കെ പറഞ്ഞു. അയാൾ ഓർത്തു, മക്കൾക്ക് പുസ്തകം വാങ്ങാൻ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച ദിവസങ്ങൾ, വീടിൻ്റെ പണിക്കായി അധിക സമയം ജോലി ചെയ്ത രാത്രികൾ, ലീവ് തീർന്നപ്പോൾ മക്കളെ വിട്ട് കണ്ണീരോടെ വീണ്ടും ഗൾഫിലേക്ക് മടങ്ങിയ യാത്രകൾ. എല്ലാം ആ ഒരു വീടിനും കുടുംബത്തിനും വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ വീടിനെക്കുറിച്ചുള്ള ഒരു വലിയ തീരുമാനം പോലും താൻ അവസാനം അറിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന ചിന്ത അയാളെ വേദനിപ്പിച്ചു. അയാൾ ഫോൺ എടുത്തു. സൈനബയെ വിളിക്കണമെന്നുണ്ടായി. പക്ഷേ വിരൽ അവിടെ തന്നെ നിന്നു. ഞാൻ ചോദിച്ചാൽ അവൾക്ക് വിഷമമാകുമോ? അതൊരു ഭർത്താവിൻ്റെ ദേഷ്യമായിരുന്നില്ല, ഒരു സ്നേഹിച്ച മനുഷ്യൻ്റെ വേദനയായിരുന്നു. അതേസമയം നാട്ടിലെ വീട്ടിൽ സൈനബയും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീറുണ്ടായിരുന്നു. കാരണം അവൾക്കും അറിയാമായിരുന്നു നാസറിൻ്റെ മനസ്സിൽ എത്ര വലിയ മുറിവാണ് ഉണ്ടായതെന്ന്. പക്ഷേ അവൾക്ക് പറയാൻ കഴിയാത്ത ഒരു സത്യമുണ്ടായിരുന്നു. ഒരു ദിവസം എല്ലാം നാസറിനോട് പറയേണ്ടി വരും. ആ ദിവസം വളരെ അടുത്തിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ചുറ്റും നോക്കുമ്പോൾ അവൾക്ക് കാണാൻ കഴിഞ്ഞത് വെറും ചുമരുകളല്ലായിരുന്നു, നാസറിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഓർമ്മകളായിരുന്നു. മുറിക്കും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. അടുക്കളയിലെ ചെറിയ മാറ്റങ്ങൾ പോലും നാസർ ചോദിച്ചാണ് ചെയ്തിരുന്നത്. സൈനബയ്ക്ക് സൗകര്യമുള്ള പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യനെ അവൾ എങ്ങനെ മറക്കും? പക്ഷേ ജീവിതത്തിൽ ചില സമയങ്ങളിൽ മനുഷ്യൻ ഒരുപാട് ചിന്തിച്ചിട്ടും വേദനിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സൈനബയുടെ മുന്നിൽ വന്ന പ്രശ്നവും അങ്ങനെ ഒന്നായിരുന്നു. അവൾക്കറിയാമായിരുന്നു നാസർ ആ വീടിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. അത് വെറും സ്വത്തല്ലെന്ന്, അത് അയാളുടെ ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതത്തിൻ്റെ അടയാളമാണെന്ന്. പക്ഷേ സാഹചര്യങ്ങൾ മാറിയിരുന്നു. കുടുംബത്തിൻ്റെ ചില ആവശ്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ചില ആശങ്കകൾ എല്ലാം കൂടി വന്നപ്പോൾ സൈനബയ്ക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു.
പക്ഷേ ആ തീരുമാനമെടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേ ഒരു പേടിയുണ്ടായിരുന്നു. നാസർ എന്നെ തെറ്റിദ്ധരിക്കുമോ? അവൾ പലതവണ ഫോണെടുത്തു. നാസറിനെ വിളിച്ച് എല്ലാം പറയണമെന്ന് തോന്നി. പക്ഷേ ഓരോ തവണയും അവൾ നിർത്തി. കാരണം അവൾക്കറിയാമായിരുന്നു നാസറിന് ആ വീട് എത്ര വലിയ സ്വപ്നമാണെന്ന്. ഞാൻ പറഞ്ഞാൽ നാസറിൻ്റെ മനസ്സ് തകരുമോ എന്ന ചിന്ത അവളെ പിന്നോട്ട് വലിച്ചു. അതേസമയം ഗൾഫിൽ നാസർ ഒരു തീരുമാനത്തിലെത്തി. ഇനി മിണ്ടാതെ ഇരിക്കില്ല. സ്വന്തം ഭാര്യയോട് തന്നെ ചോദിക്കണം, എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അയാൾ ഫോണെടുത്തു. സൈനബയുടെ നമ്പർ അമർത്തി. മുഴങ്ങി. സൈനബ ഫോണെടുത്തു. ഹലോ നാസർക്ക. ആ ശബ്ദം കേട്ടപ്പോൾ നാസറിൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. വർഷങ്ങളായി തനിക്ക് ശക്തി നൽകിയ അതേ ശബ്ദം. പക്ഷേ ഇന്ന് ആ ശബ്ദത്തിനിടയിൽ ഒരു അകലം പോലെ തോന്നി. സൈനബ. നാസർ പതുക്കെ വിളിച്ചു. എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സൈനബ. നാസറിൻ്റെ ശബ്ദത്തിൽ ഒരു വിറയലുണ്ടായിരുന്നു. ഫോണിൻ്റെ മറുവശത്ത് സൈനബ മിണ്ടാതെ നിന്നു. കാരണം നാസറിൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്ന വേദന അവൾക്ക് മനസ്സിലായി. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നാസർ പറഞ്ഞു. നമ്മുടെ വീടിനെക്കുറിച്ച് നടന്ന കാര്യങ്ങൾ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല സൈനബ? ആ ചോദ്യം കേട്ടപ്പോൾ സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കറിയാമായിരുന്നു ഈ ചോദ്യം ഒരു ദിവസം വരുമെന്ന്. പക്ഷേ വന്നപ്പോൾ മറുപടി പറയാൻ അവളുടെ ഹൃദയം വേദനിച്ചു. നാസർക്ക, ഞാൻ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. സൈനബ, എനിക്ക് ദേഷ്യമില്ല, നാസർ പതുക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വിഷമമുണ്ട്. ഇത്രയും വർഷം നിങ്ങളെ വിട്ട് ഞാൻ ഇവിടെ ജീവിച്ചത് നിങ്ങൾക്കും മക്കൾക്കും വേണ്ടിയല്ലേ? എൻ്റെ സ്വപ്നം, എൻ്റെ കഷ്ടപ്പാട് എല്ലാം ചേർന്നതാണ് ആ വീട്. അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ ഞാൻ അവസാനമായി എങ്കിലും അറിയണമെന്ന് ആഗ്രഹിച്ചു. സൈനബ കണ്ണുനീർ തുടച്ചു. നാസർക്ക, നിങ്ങൾ എന്നെ തെറ്റായി മനസ്സിലാക്കരുത്. ഞാൻ ഒരിക്കലും നിങ്ങളെ മറികടന്ന് ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം തകർക്കാൻ എനിക്ക് കഴിയില്ല. അവളുടെ ശബ്ദം ഇടറി. പക്ഷേ ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു നാസർക്ക. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. നാസർ കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. അയാൾക്ക് കേൾക്കേണ്ടിയിരുന്നത് ഒരു വിശദീകരണം മാത്രമായിരുന്നില്ല. ഇത്രയും വർഷമായി വിശ്വസിച്ച തൻ്റെ ബന്ധം ഇപ്പോഴും അതുപോലെ തന്നെയാണോ എന്ന ഉറപ്പായിരുന്നു. എന്ത് സാഹചര്യമായിരുന്നു സൈനബ? നാസർ ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ സൈനബ തയ്യാറായി. കാരണം ഇനി ആ സത്യം മറച്ചു വയ്ക്കാൻ കഴിയില്ലായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു. നാസർക്ക, ഞാൻ ആ വീട് വിൽക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നതാണ്. നാസർ ശ്രദ്ധയോടെ കേട്ടു. കാരണം അടുത്ത വാക്കുകൾ അവരുടെ കുടുംബത്തിൻ്റെ ഭാവി മാറ്റാൻ പോകുന്നവയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത നിറഞ്ഞു. നാസർ കാത്തിരുന്നു സൈനബ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ. കാരണം ഇത്രയും വർഷം താൻ വിശ്വസിച്ച തൻ്റെ ഭാര്യയുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അറിയേണ്ടിയിരുന്നു. നാസർക്ക, സൈനബ പതുക്കെ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ ഗൾഫിൽ പ്പെടുമ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും വെറുതെ ഇരുന്നില്ല. നിങ്ങൾ അയച്ച ഓരോ പൈസയും ഞാൻ സൂക്ഷിച്ചു. മക്കളുടെ പഠനത്തിനും അവരുടെ ഭാവിക്കും വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത്. നാസർ ഒന്നും മിണ്ടിയില്ല. അവൻ കേൾക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ചില പ്രശ്നങ്ങൾ വന്നു. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചില ചിന്തകൾ എല്ലാം കൂടി വന്നപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. നാസറിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വേദനയുണ്ടായിരുന്നു. പക്ഷേ സൈനബ, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, അയാൾ പതുക്കെ പറഞ്ഞു. ഞാനും കൂടെ ആലോചിക്കുമായിരുന്നു. സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞ്. എനിക്കറിയാം നാസർക്ക, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചത്. നിങ്ങൾക്ക് ആ വീട് എത്ര വലിയ സ്വപ്നമാണെന്ന് എനിക്കറിയാം. ഇത്രയും വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് ആക്കിയതാണ് അത്, അവൾ തുടർന്നു. നിങ്ങൾ തിരിച്ചു വന്നിട്ട് ആ വീട്ടുമുറ്റത്ത് ഇരുന്ന് സന്തോഷിക്കുന്നത് കാണണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ സ്വപ്നം തകർക്കാൻ എനിക്കൊരിക്കലും മനസ്സുണ്ടായിരുന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ നാസറിൻ്റെ മനസ്സിൽ ചെറിയൊരു മാറ്റം വന്നു. കാരണം സൈനബയുടെ ശബ്ദത്തിൽ കുറ്റബോധമല്ലായിരുന്നു, വേദനയായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് സൈനബ? നാസർ വീണ്ടും ചോദിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനെക്കുറിച്ച് ഇങ്ങനെയൊരു സാഹചര്യം വന്നത്? സൈനബ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ അവൾ പറഞ്ഞു. നാസർക്ക, അതിന് പിന്നിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. വാക്കുകൾ കേട്ടപ്പോൾ നാസർ ഞെട്ടി. മക്കളോ? അയാളുടെ മനസ്സിൽ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. കാരണം നാസറിന് അറിയില്ലായിരുന്നു താൻ ഇത്രയും കാലം അകലെ നിന്ന് സംരക്ഷിച്ച തൻ്റെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. മക്കളുമായി ബന്ധപ്പെട്ട കാര്യമോ? നാസറിൻ്റെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞു. ഈ വർഷം പ്രവാസ ജീവിതത്തിൽ നാസറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം മക്കളായിരുന്നു. അവരുടെ ഒരു ചെറിയ വിഷമം പോലും അയാൾക്ക് സഹിക്കാനാകുമായിരുന്നില്ല. സൈനബ പതുക്കെ പറഞ്ഞു തുടങ്ങി. നാസർക്ക, നമ്മുടെ മക്കൾ വളർന്നു. അവരുടെ ജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു. അവർക്കും അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. നാസർ മിണ്ടാതെ കേട്ടു. അയാളുടെ മനസ്സിൽ പല ഓർമ്മകളും വന്നു. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ മക്കൾ തൻ്റെ കൈ പിടിച്ചു നടന്നത്, സ്കൂളിലേക്ക് പോകുമ്പോൾ വാങ്ങിക്കൊടുത്ത പുസ്തകങ്ങൾ,
ലീവിന് നാട്ടിലെത്തുമ്പോൾ സന്തോഷത്തോടെ ഓടി വന്ന മുഖങ്ങൾ എല്ലാം. നാസർക്ക, സൈനബയുടെ ശബ്ദം വീണ്ടും ഇടറി. നമ്മുടെ വീട് വലുതാണ്. അതിൻ്റെ പരിപാലനവും ചിലവുകളും കൂടിക്കൊണ്ടിരുന്നു. ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായി. നാസറിൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ടായി. കാരണം ആ വീട് ഒരിക്കൽ അവരുടെ അഭിമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ വീട് ഒരു ഭാരമായി മാറിയോ എന്ന ചിന്ത അയാളെ വേദനിപ്പിച്ചു. അപ്പോൾ വീട് വിൽക്കണം എന്ന തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി സൈനബ? നാസർ ചോദിച്ചു. സൈനബ ഒരു ദീർഘനിശ്വാസം വിട്ടു. നാസർക്ക, ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന എന്തിനെ ആയാലും വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മുന്നിൽ വരും. ആ വാക്കുകൾ നാസറിൻ്റെ മനസ്സിൽ തട്ടി. കാരണം സൈനബ പറഞ്ഞത് വെറുമൊരു വീടിനെക്കുറിച്ചല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ നാസർക്ക, സൈനബ തുടർന്നു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം മറച്ചു വെച്ചു. അത് നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നാസർ നിശബ്ദനായി. എന്താണ് സൈനബ? സൈനബയുടെ അടുത്ത വാക്കുകൾ കേട്ടപ്പോൾ നാസറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും മാറാൻ പോകുകയായിരുന്നു. കാരണം ആ സത്യത്തിന് പിന്നിൽ ഒരമ്മയുടെ വേദനയും ഒരു ഭാര്യയുടെ ഭയവും ഉണ്ടായിരുന്നു. സൈനബയുടെ ശബ്ദം പതുക്കെയായി. ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചത് ഒരു സ്വാർത്ഥത കൊണ്ടല്ല. ഒരു അമ്മയായിട്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ആ വാക്കുകൾ കേട്ടപ്പോൾ നാസർ ഒന്നും പറഞ്ഞില്ല. കാരണം സൈനബയുടെ ഓരോ വാക്കിലും ഒരു വേദന അയാൾക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ മക്കൾ വളർന്നു നാസർക്ക, സൈനബ പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ ചില വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം വന്നു. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്നത് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. നാസർ പതുക്കെ ചോദിച്ചു, അതിനായി നമ്മുടെ വീട് തന്നെ വേണ്ടി വന്നോ സൈനബ? ആ ചോദ്യം കേട്ടപ്പോൾ സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാം നാസർക്ക, ഈ വീടിന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം. ഈ വീടിൻ്റെ ഓരോ ചുമരിലും നിങ്ങളുടെ കഷ്ടപ്പാട് എത്രയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ചില രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടത് എന്തിനാണ്? ഈ വീട് മാത്രം ഉണ്ടാക്കാനാണോ? അല്ലല്ലോ, നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ? ആ വാക്കുകൾ നാസറിൻ്റെ മനസ്സിൽ തട്ടി. കാരണം സത്യം അതായിരുന്നു. അയാൾ വീട് പണിതത് അഭിമാനിക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു, മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാനായിരുന്നു. സൈനബ തുടർന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു നാസർക്ക, നിങ്ങളോട് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. നിങ്ങളുടെ മനസ്സിന് എത്ര വേദന ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാസർ കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. അയാളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഇത്രയും വർഷം തൻ്റെ കൂടെ നിന്ന ഭാര്യ ഇന്ന് പോലും തൻ്റെ സ്വപ്നങ്ങളെ മറന്നിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. സൈനബ, നാസർ പതുക്കെ പറഞ്ഞു, എനിക്ക് വീട് നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമമല്ല. എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം പോലും നീ എന്നോട് പറയാതെ പോയി എന്നതാണ് എന്നെ വേദനിപ്പിച്ചത്. ഫോണിൻ്റെ മറുവശത്ത് സൈനബ കരഞ്ഞു. ക്ഷമിക്കണം നാസർക്ക, നിങ്ങളെ വേദനിപ്പിക്കാനല്ല ഞാൻ ചെയ്തത്. നബിയുടെ വാക്കുകൾ കേട്ട് നാസർ കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. ഗൾഫിലെ ആ ചെറിയ മുറിയിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 20 വർഷം, ആ 20 വർഷം മുഴുവൻ അയാൾ ജീവിച്ചത് ഒരു ലക്ഷ്യത്തിനായിരുന്നു, എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം. സൈനബ, നാസർ പതുക്കെ ചോദിച്ചു, എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തിനാണ് നമ്മുടെ വീട് വിൽക്കേണ്ടി വന്നത്? ഫോണിൻ്റെ മറുവശത്ത് കുറച്ച് നിമിഷങ്ങൾ നിശബ്ദതയുണ്ടായി. പിന്നെ സൈനബ പറഞ്ഞു, നാസർക്ക, നമ്മുടെ മകൻ്റെ കാര്യമാണ്. ആ വാക്ക് കേട്ടപ്പോൾ നാസർ ഞെട്ടി. മകൻ്റെ കാര്യമോ? അതേ നാസർക്ക, സൈനബ പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അവസരം വന്നു. പക്ഷേ അതിന് ചിലവ് കൂടുതലായിരുന്നു. നാസറിൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ വന്നു. എൻ്റെ മകൻ നല്ലൊരു നിലയിലെത്തണമെന്ന് സ്വപ്നം കണ്ടത് എല്ലാം അവൻ്റെ ഭാവിക്ക് വേണ്ടിയാണോ? നാസർ ചോദിച്ചു. അതെ. സൈനബയുടെ ശബ്ദം നിറഞ്ഞു. നിങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടത് എന്തിനാണ് നാസർക്ക? നമ്മുടെ മക്കൾക്ക് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് വരാതിരിക്കാനല്ലേ? നാസർ ഒന്നും മിണ്ടിയില്ല. കാരണം ആ ചോദ്യം അയാളുടെ സ്വന്തം മനസ്സിൽ നിന്നുള്ളതായിരുന്നു. പക്ഷേ സൈനബയുടെ അടുത്ത വാക്കുകൾ നാസറിനെ കൂടുതൽ വേദനിപ്പിച്ചു. നാസർക്ക, ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ, നിങ്ങൾ ആ വീടിനെ എത്ര സ്നേഹിക്കുന്നുവെന്ന് ഓർത്തപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. നാസറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വശത്ത് തൻ്റെ സ്വപ്ന വീട്, മറ്റൊരു വശത്ത് തൻ്റെ മകൻ്റെ ഭാവി. രണ്ടും തൻ്റേതായിരുന്നു. ആ രാത്രി നാസർ ഒരു കാര്യം മനസ്സിലാക്കി. ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. പക്ഷേ നാസറിന് ഇനിയും അറിയാനുണ്ടായിരുന്നു, വീട് വിൽക്കാനുള്ള തീരുമാനം എങ്ങനെ എടുത്തു, ആരാണ് സൈനബയെ സഹായിച്ചത്. മക്കൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ഇനിയും ബാക്കിയായിരുന്നു. നാസറിന് മുന്നിൽ ഇപ്പോൾ ഒരു പുതിയ ചിത്രം തെളിഞ്ഞു. താൻ ഗൾഫിൽ ഇരുന്ന് അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും നാട്ടിൽ നടക്കുകയായിരുന്നു. പക്ഷേ അതിൽ തൻ്റെ കുടുംബത്തെ കുറ്റപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഓരോ തീരുമാനത്തിൻ്റെയും പിന്നിൽ തൻ്റെ തന്നെ സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്
മകൻ സൈനബയുടെ അടുത്ത് വന്നു പറഞ്ഞു. ഉമ്മ. അവൻ്റെ ശബ്ദത്തിലൊരു വിഷമമുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സൈനബ അവനെ നോക്കി. എന്താ മോനെ? എൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു വലിയ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ച് സാമ്പത്തിക സഹായം വേണം. ഒരമ്മയുടെ മനസ്സ് അന്ന് രണ്ടായി പിരിഞ്ഞു. ഒരു വശത്ത് നസർ സ്നേഹിച്ച് പണിത ആ വീട്, മറുവശത്ത് തൻ്റെ മകൻ്റെ ഭാവി. അന്ന് രാത്രി സൈനബയ്ക്ക് ഉറക്കം വന്നില്ല. അടുത്ത ദിവസം സൈനബ മകനെ വിളിച്ചു പറഞ്ഞു. മോനെ, നിന്റെ ഭാവി എനിക്ക് പ്രധാനമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം. ഈ വീട് വെറും കെട്ടിടമല്ല. ഇത് നിന്റെ ഉപ്പയുടെ ജീവിതമാണ്. മകൻ തലതാഴ്ത്തി നിന്നു. കാരണം അവനും അറിയാമായിരുന്നു ഈ വീടിന് പിന്നിൽ തൻ്റെ ഉപ്പയുടെ എത്ര വലിയ ത്യാഗമാണെന്ന്. ിലെ ആ ചെറിയ മുറിയിൽ നാസർ ജനലരികിൽ പോയി നിന്നു. പുറത്ത് നഗരം ഉറങ്ങാതെ ഓടിക്കൊണ്ടിരുന്നു. പക്ഷേ നാസറിൻ്റെ മനസ്സ് നാട്ടിലെ ആ വീട്ടുമുറ്റത്തായിരുന്നു. അപ്പോഴാണ് സൈനബയുടെ വാക്കുകൾ വീണ്ടും അയാളുടെ കാതുകളിൽ മുഴങ്ങിയത്. നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയായിരുന്നു നാസർക്ക. നാസർ പതുക്കെ കണ്ണുകളടച്ചു. പിന്നെ സ്വയം ചോദിച്ചു, ഞാൻ ഇത്രയും വർഷം ജീവിച്ചത് വീടിന് വേണ്ടിയായിരുന്നോ അതോ എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അധിക സമയം വേണ്ടി വന്നില്ല. അയാൾ ഉടനെ സൈനബയെ വീണ്ടും വിളിച്ചു. ഫോൺ എടുത്തതും സൈനബയുടെ വിറയുന്ന ശബ്ദം കേട്ടു. നാസർ ശാന്തമായി പറഞ്ഞു, ഒരു കാര്യം മാത്രം പറയൂ. ഈ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ലേ? സൈനബ പൊട്ടിക്കരഞ്ഞു. ഒരുപാട് വഴികൾ നോക്കി നാസർക്ക. ബാങ്കിൽ പോയി, ബന്ധുക്കളോട് സംസാരിച്ചു, വായ്പ എടുക്കാനും ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം നമ്മുടെ മുന്നിൽ കണ്ടത് ആ വീട് മാത്രമായിരുന്നു. സംഭാഷണം അവസാനിപ്പിച്ച് നാസർ പതുക്കെ ഫോൺ മേശപ്പുറത്ത് വെച്ചു. മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. പക്ഷേ അയാളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങളായിരുന്നു. സൈനബ പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു. അവൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കുടുംബത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. അത് നാസറിന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ ഒരു ചോദ്യം മാത്രം അയാളുടെ ഹൃദയത്തിൻ്റെ ഒരറ്റത്ത് കിടന്ന് വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. സൈനബ, എന്ത് സാഹചര്യമാണെങ്കിലും ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നല്ലോ. എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ജനലരികിൽ ചെന്ന് പുറത്തേക്ക് നോക്കി. മരുഭൂമിയിലെ കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. അയാൾ മനസ്സിൽ സ്വയം പറഞ്ഞു, ഞാൻ മരിച്ചുപോയ ആളല്ലല്ലോ. ഞാൻ ഇപ്പോഴും ഈ ലോകത്തുണ്ട്. ഒരു ഫോൺ വിളിച്ചിരുന്നെങ്കിൽ, ഒരു മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു തീരുമാനം എടുക്കാമായിരുന്നില്ലേ? തോറും നാസറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വീട് പോയതിൻ്റെ വേദനയേക്കാൾ തീരുമാനമെടുക്കുമ്പോൾ തൻ്റെ സ്ഥാനം കുടുംബത്തിൽ ഇല്ലാതായതുപോലെ തോന്നിയ വേദനയായിരുന്നു കൂടുതൽ. ഇത്രയും വർഷം ഞാൻ ഈ കുടുംബത്തിൻ്റെ തണലായിരുന്നു. പിന്നെ ആ ഒരു ദിവസം മാത്രം ഞാൻ അന്യനായോ? അടുത്ത നിമിഷം നാസർ സ്വയം ശകാരിച്ചു. ഇല്ല, എൻ്റെ സൈനബ അങ്ങനെ ചിന്തിക്കില്ല. അവൾക്ക് എന്തെങ്കിലും വലിയ നിർബന്ധമുണ്ടായിരിക്കും. അവൾ കരഞ്ഞുകൊണ്ടല്ലേ സംസാരിച്ചത്. പക്ഷേ മനസ്സ് വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. നിർബന്ധമുണ്ടായാലും എന്നോട് പറയാമായിരുന്നില്ലേ? ആ ചോദ്യം നാസറിനെ ഇട്ടുപോയതേയില്ല. ആ രാത്രി മുഴുവൻ അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ കിടന്നിട്ടും കണ്ണടച്ചിട്ടും മനസ്സിൽ മുഴങ്ങിയത് ഒരേ ഒരു വാചകം മാത്രം, സൈനബ, ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നല്ലോ. ആ വേദന നാസറിൻ്റെ നെഞ്ചിൽ ഒരു കല്ല് പോലെ കിടന്നു. അതേസമയം നാട്ടിലെ വീട്ടിലും ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു സൈനബ. ഉറക്കം അവളെ തേടിയെത്തിയില്ല. നാസറിൻ്റെ ഓരോ വാക്കും വീണ്ടും വീണ്ടും അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നല്ലോ സൈനബ. ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ആ വാക്കുകൾ ഓർക്കുന്തോറും സൈനബയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ പതുക്കെ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. സൈനബ ചിന്തിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിങ്ങളോട് പറയാമായിരുന്നു, ഒരു പ്രാവശ്യം വിളിക്കാമായിരുന്നു. പക്ഷേ അവളുടെ ശബ്ദം വിറച്ചു. ആ ധൈര്യം എനിക്ക് കിട്ടിയില്ല. ആ ദിവസങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് വന്നു. ഫോണെടുത്ത് നാസറിൻ്റെ നമ്പർ ഡയൽ ചെയ്തത്, റിങ് പോകുന്നതിന് മുമ്പ് കോൾ കട്ട് ചെയ്തത്, വീണ്ടും വിളിക്കണമെന്ന് വിചാരിച്ചത്, പിന്നെ മനസ്സ് അനുവദിക്കാതിരുന്നത് എല്ലാം. നിങ്ങൾ കോപിക്കുമെന്ന് ഞാൻ പേടിച്ചല്ല നാസർക്ക, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ മനസ്സ് തകരുമോ എന്നാണ് ഞാൻ പേടിച്ചത്. ആ വീട് നിങ്ങളുടെ സ്വപ്നമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോഴാണ് മകൾ അവിടേക്ക് വന്നത്. ഉമ്മ. സൈനബ കണ്ണുനീർ തുടച്ച് മകളെ നോക്കി. ഉറങ്ങിയില്ലേ മോളെ? മകൾ അടുത്തു വന്ന് ഉമ്മയുടെ കൈ പിടിച്ചു. ഉമ്മ, ഇപ്പോഴും വിഷമത്തിലാണല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ സൈനബയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ തലകുനിച്ചു. മകൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഉമ്മ, നമ്മൾ ഉപ്പയോട് തെറ്റ് ചെയ്തോ? ആ ചോദ്യം കേട്ടപ്പോൾ സൈനബയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. കാരണം അവൾ സ്വയം ദിവസങ്ങളായി ചോദിച്ചു കൊണ്ടിരുന്ന അതേ ചോദ്യം തന്നെയായിരുന്നു അത്. മകളുടെ ചോദ്യം കേട്ട് സൈനബ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. ആ ചോദ്യം അവളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന കുറ്റബോധത്തെ വീണ്ടും ഉണർത്തി. നമ്മൾ ഉപ്പയോട് തെറ്റ് ചെയ്തോ? സൈനബ പതുക്കെ മകളുടെ കൈ പിടിച്ചു. മോളെ, നിങ്ങളുടെ ഉപ്പയ്ക്ക് വീടിനേക്കാൾ വലുത് നിങ്ങളാണ്. അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ തീരുമാനത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരുന്നത്, അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. അപ്പോഴാണ് മകനും അവിടേക്ക് വന്നത്.
രണ്ടുപേരുടെയും സംസാരം അവൻ കേട്ടിരുന്നു. അവൻ നിശബ്ദമായി വന്ന് സോഫയിലിരുന്നു. കുറച്ചു നേരം ആരും ഒന്നും സംസാരിച്ചില്ല. ആ നിശബ്ദതയ്ക്കും ഒരു വേദനയുടെ ശബ്ദമുണ്ടായിരുന്നു. സമയം കഴിഞ്ഞ് മകൻ പതുക്കെ ചോദിച്ചു, ഉമ്മ, ഉപ്പ ശരിക്കും ഇത്രയും വിഷമത്തിലാണോ? അവൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഉപ്പയ്ക്ക് വീട് നഷ്ടപ്പെട്ടതുകൊണ്ടല്ല വിഷമം, നമ്മൾ അദ്ദേഹത്തെ തീരുമാനത്തിൽ നിന്നും മാറ്റി നിർത്തിയത് കൊണ്ടാണ്. സൈനബ തലകുലുക്കി. അതേ മോനെ, നിങ്ങളുടെ ഉപ്പയുടെ മനസ്സ് തകർത്തത് വീട് വിറ്റതല്ല, അദ്ദേഹം ഈ കുടുംബത്തിൽ ഇല്ലാത്ത ആളാണെന്ന തോന്നലാണ്. മകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഉപ്പ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. പക്ഷേ ആ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ വിളിച്ചില്ല. ആ രാത്രി ആ വീട്ടിൽ 3 പേരും ഉറങ്ങിയില്ല. ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം. നാസറിൻ്റെ മനസ്സിലെ ആ മുറിവ് എങ്ങനെ മായ്ക്കാം? 10 ദിവസങ്ങൾ ഗൾഫിലും നാട്ടിലും സമയം മുന്നോട്ടു പോയി. പക്ഷേ നാസറിൻ്റെ മനസ്സിലെ മുറിവ് മാത്രം അതേപടി നിന്നു. ജോലി കഴിഞ്ഞ് മുറിയിലേക്ക് വന്നാൽ പതിവ് പോലെ ആദ്യം വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതും കുറഞ്ഞു. വിളിച്ചാൽ സംസാരിക്കും, ചിരിക്കും, മക്കളോട് പഠനവും ജോലിയും ചോദിക്കും, സൈനബയോട് മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കും. പക്ഷേ ആ പഴയ നാസർ ആ സംഭാഷണങ്ങളിൽ ഇല്ലായിരുന്നു. ഇത് ആദ്യം ശ്രദ്ധിച്ചത് സൈനബയാണ്. മുമ്പ് നാസർ അരമണിക്കൂറോളം സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ കോൾ അവസാനിപ്പിക്കും. ശരി, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. ഒരു ദിവസം സൈനബ ചോദിച്ചു, നാസർക്ക, എന്താ ഇങ്ങനെ പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നത്? നാസർ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു, ഒന്നുമില്ല സൈനബ, കുറച്ച് ക്ഷീണമുണ്ട്. പക്ഷേ അത് ക്ഷീണമല്ലെന്ന് സൈനബയ്ക്ക് അറിയാമായിരുന്നു. അത് മനസ്സിൻ്റെ ഭാരം തന്നെയായിരുന്നു. ഒരു രാത്രി മകൻ ഗൾഫിലുള്ള ഉപ്പിയെ വീഡിയോ കോളിൽ വിളിച്ചു. നാസർ ഫോൺ എടുത്തു. മകനെ കണ്ടപ്പോൾ പതിവ് പോലെ ചിരിച്ചു. എന്താ മോനെ, സുഖമാണോ? കുറച്ചു നേരം സാധാരണ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ മകൻ പെട്ടെന്ന് ചോദിച്ചു, ഉപ്പ, ഞങ്ങളോട് ഇപ്പോഴും വിഷമമുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ നാസർ കുറച്ചു നേരം മിണ്ടിയില്ല. അയാൾ മകൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, എന്നോട് എനിക്കൊരു വിഷമവുമില്ല മോനെ, നിങ്ങളെ ഞാൻ എങ്ങനെ വിഷമിപ്പിക്കും? പിന്നെ മകൻ്റെ ശബ്ദമിടറി. ഉപ്പയുടെ ശബ്ദത്തിൽ പഴയ സന്തോഷമില്ല. നാസർ ഒരു ദീർഘനിശ്വാസം വിട്ടു. മോനെ, ചില മുറിവുകൾക്ക് മരുന്നില്ല, കാലം കഴിഞ്ഞാൽ അത് ഉണങ്ങും. പക്ഷേ ആ പാട് ജീവിതകാലം മുഴുവൻ അവിടെ ഉണ്ടാകും. കരഞ്ഞുപോയി. ഉപ്പ, ഞങ്ങളോട് ക്ഷമിക്കൂ. നാസർ ഉടനെ പറഞ്ഞു, ക്ഷമിക്കേണ്ട ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതൊരു ഉപ്പയായ ഞാൻ ഒരിക്കലും തെറ്റെന്ന് പറയില്ല. അയാൾ ഒന്ന് നിർത്തി, ശബ്ദമിടറി. പക്ഷേ മോനെ, ഒരു കാര്യം മാത്രം, ഈ ഉപ്പ ജീവനോടെ ഉള്ളിടത്തോളം ഏത് തീരുമാനമെടുത്താലും ഒരു പ്രാവശ്യം വിളിക്കണം. അത് സമ്മതിക്കാനല്ല, ഞാനും ഈ കുടുംബത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നാൻ വേണ്ടിയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ മകനും സൈനബയും മകളും 3 പേരും പൊട്ടിക്കരഞ്ഞു. കാരണം ആ ദിവസം അവർ മനസ്സിലാക്കി, ഒരു പ്രവാസി ഉപ്പയ്ക്ക് ഏറ്റവും വലിയ സമ്പത്ത് വീടല്ല, സ്വന്തം കുടുംബം ഇന്നും തന്നെ ആവശ്യമാണെന്ന തോന്നലാണ്. കഴിഞ്ഞിട്ടും ആ വീട്ടിൽ ആരും ഒന്നും സംസാരിച്ചില്ല. നാസറിൻ്റെ അവസാന വാക്കുകൾ ഓരോരുത്തരുടെയും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാനും ഈ കുടുംബത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നാൻ വേണ്ടിയാണ്. ആ ഒരു വാചകം 3 പേരുടെയും ഹൃദയത്തിൽ ഒരു മുറിവായി മാറി. കുറച്ച് നാളുകൾക്ക് ശേഷം നാസർ ഒരു തീരുമാനത്തിലെത്തി. ഇനി നാട്ടിൽ മടങ്ങണം. നാട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ സൈനബയോട് നാസർ പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. വീണ്ടും ഗൾഫിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങളായി കാത്തിരുന്നൊരു വാർത്തയായിരുന്നു അത്. പക്ഷേ ആ സന്തോഷത്തിനൊപ്പം ഒരു ഭയവും അവളുടെ മനസ്സിൽ വന്നു. നാസർ വരുന്നു, പക്ഷേ ആ പഴയ നാസറായിട്ടാണോ വരുന്നത്? അപ്പോൾ നാസർ ഒരു കാര്യം കൂടി പറഞ്ഞു, സൈനബ, ഞാൻ വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ സൈനബയുടെ ഹൃദയം വീണ്ടും ഒന്ന് പിടഞ്ഞു. കാരണം ആ സംസാരം ഒരു കുടുംബത്തിൻ്റെ മുറിവുണക്കുന്ന സംസാരമായിരിക്കുമോ? അതോ ആ മുറിവ് വീണ്ടും തുറക്കുന്ന സംസാരമായിരിക്കുമോ? കുട്ടികൾക്കും ആ വാർത്ത വളരെ സന്തോഷം നൽകി. എല്ലാ ദിവസവും വിളിക്കും. പക്ഷേ ഓരോ ഫോൺ കോളിലും ഒരു മാറ്റം ഉണ്ടായിരുന്നു. മുമ്പ് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചോദിക്കും. മരുന്ന് കഴിച്ചോ? മോൻ എവിടെയാ? മോൾക്ക് സുഖമാണോ? ശരി, പിന്നെ വിളിക്കാം, അത്രമാത്രം. ഒരു ദിവസം സൈനബയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നാസർക്ക, അവൾ പതുക്കെ വിളിച്ചു, നിങ്ങൾക്ക് എന്നോട് ഇപ്പോഴും വിഷമമുണ്ടോ? ഫോണിൻ്റെ മറുവശത്ത് നിശബ്ദത. കുറച്ച് നിമിഷങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ നാസർ പതുക്കെ സംസാരിച്ചു, സൈനബ, വിഷമം എന്നോട് ചോദിക്കരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ അയാൾ ഒന്ന് നിർത്തി. പതറി. ചില മുറിവുകൾ അത് സമയം വേണം. സൈനബ കരച്ചിലടക്കാൻ ശ്രമിച്ചു. ഞാൻ കാത്തിരിക്കാം, എത്ര കാലം വേണമെങ്കിലും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാൻ അകലാൻ മാത്രം അനുവദിക്കരുത്.
പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. സൈനബയ്ക്ക് ആ വാക്ക് കേൾക്കാൻ പോലും ഭയമായി. കാരണം അടുത്തതായി നാസർ എന്തു പറയുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനത്തിൽ ഞാനില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് നാസർ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ വിഷയം മാറ്റാൻ ശ്രമിച്ചു. ശരി, ടിക്കറ്റ് കിട്ടുന്ന തീയതി പറയാം, നിങ്ങൾ വിഷമിക്കണ്ട. പുറപ്പെടാനുള്ള ദിവസമെത്തി. ഗൾഫിലെ ആ ചെറിയ മുറിയുടെ വാതിൽ അടയ്ക്കുന്നതിനു മുമ്പ് നാസർ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. ഇത്രയും വർഷം ചിരിച്ചതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും എല്ലാം ഈ മുറിയിലായിരുന്നു. അവസാനം ദൈവത്തോട് നന്ദി പറഞ്ഞ് അയാൾ ആ വാതിലടച്ചു. അത് വെറും ഒരു മുറിയുടെ വാതിൽ മാത്രമായിരുന്നില്ല, ഇത്രയും വർഷത്തെ പ്രവാസ ജീവിതത്തിൻ്റെ വാതിൽ കൂടിയായിരുന്നു. വിമാനം കേരളത്തിലിറങ്ങിയപ്പോൾ നാസറിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. പച്ചപ്പ് നിറഞ്ഞ നാടിനെ കണ്ടപ്പോൾ അയാൾ മനസ്സിൽ പറഞ്ഞു, ഇനിയൊരു തിരിച്ചുപോവലില്ല. വീട്ടിലെത്തിയതിന് ശേഷം നാസർ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ മകനെ നോക്കി പറയുന്നു, മോനെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഒരു വീട്ടിൻ്റെ ആധാരം കോൺക്രീറ്റ് അല്ല, പരസ്പരം കേൾക്കുന്ന മനസ്സാണ്. എന്നെ നിങ്ങളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഉപ്പ, ഞങ്ങളിങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ വിഷമം ഉണ്ടാവില്ലായിരുന്നു. കാരണം എനിക്ക് വീടിനേക്കാൾ വലുത് നിങ്ങളായിരുന്നു. പക്ഷേ ആ ഒരു ചോദ്യം ചോദിക്കാതിരുന്നതാണ് ഇത്രയും എനിക്ക് വിഷമമുണ്ടാക്കിയത്. നിശബ്ദത. ആരും ഒന്നും പറയുന്നില്ല. നാസർ പതുക്കെ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ജീവിതത്തിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം വേണ്ട. പക്ഷേ കുടുംബത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിനക്കെന്തു തോന്നുന്നു എന്നൊരു ചോദ്യം മാത്രം മതി. ഒരു കുടുംബത്തെ തകർക്കുന്നത് വലിയ പ്രശ്നങ്ങളല്ല, ചിലപ്പോൾ പറയാതെ എടുത്ത ചെറിയ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര വലിയ തീരുമാനമായാലും കുടുംബത്തിലെ എല്ലാവരെയും കേട്ടതിന് ശേഷം മാത്രം എടുക്കുക. വാസികൾ വീടുകൾ മാത്രം പണിയുന്നവരല്ല, സ്വന്തം യൗവനമാണ് അവർ കുടുംബത്തിന് വേണ്ടി പണയം വയ്ക്കുന്നത്. ആ ത്യാഗത്തിന് വില പണമായി കൊടുക്കാൻ കഴിയില്ല. സ്നേഹവും ബഹുമാനവും മാത്രമേ അതിന് പകരമാകൂ. ജീവിതത്തിലെ ഒരു തീരുമാനവും നമ്മളെ സ്നേഹിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് എടുക്കരുത്. അടുത്ത് തന്നെ നല്ലൊരു കഥയുമായി വീണ്ടും കാണാം.